എന്താ ചോദിക്കാം? അത് ഞാൻ ഇവിടെ കേൾക്കുന്നു. അങ്ങനെയല്ല, എനിക്കിപ്പോഴും മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഇപ്പോഴും അറിയില്ല. ബാലേട്ടൻ ചെയ്യുന്ന സമയത്ത് ഞാൻ തമിഴിൽ ഓൾമോസ്റ്റ് 75 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. AR മുരുകദാസിന്റെ രമണ എന്ന് പറഞ്ഞ പടം, വിജയകാന്ത് സാർ അഭിനയിച്ച പടം, അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടാണ് ബിനു സാർ എന്നെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് പോയപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്, AD ഉണ്ട്, ഗോവിന്ദൻകുട്ടി ചേട്ടൻ. ഓക്കെ, ഗോവിന്ദൻകുട്ടി ചേട്ടൻ വന്നിട്ട് ഞാൻ ലാസ്റ്റ് സീൻ, ക്ലൈമാക്സ് ബിഫോർ സീൻ, പെണ്ണാണ് വരുന്ന സീനിൽ ഒരു 5-6 പേജ് ഡയലോഗ് ഉണ്ട്. ആ പേപ്പർ തന്നിട്ട് പോയി. ഞാനത് വാങ്ങിച്ച് പിന്നെ കയ്യിൽ വെച്ചിട്ട് ദേവയാനി അടുത്തോണ്ട് എന്താ അറിയാം, എங்கிட்ட പേപ്പർ കൊടുത്തിട്ട് പോണാല് ഇത് മലയാളം വേദം தெரியாது, പഠിക്കാൻ தெரியாது, ഇങ്ങനെ എപ്പോഴും പറഞ്ഞു വെച്ചത്. ഒരു 1 hour കഴിഞ്ഞപ്പോൾ താഴത്തെ സീൻ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ താഴെ വന്നപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ ആ പേപ്പർ ഡയറക്ടർ എടുത്ത് കൊടുത്തു. ലാൽ സാർ ഉണ്ടായിരുന്നു കൊടുത്തു. സാർ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഇത് എന്താണ് എന്നെ തന്നിട്ട് പോയി. 2 മണിക്കൂർ തന്നിട്ട് പോയി സീൻ വായിച്ചു കൊടുക്കാൻ. എനിക്കറിയില്ല, ഇപ്പൊ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ലാംഗ്വേജ് അങ്ങനെയല്ല, എന്തോ കേട്ടു ഇതാണ് അത് ഓക്കെയാണ്. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ബാലേട്ടൻ ബിക്കം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ബാലേട്ടൻ എല്ലാ ലാംഗ്വേജിലും റീമേക്ക് ചെയ്യാൻ കണ്ട ആൾക്കാരാണ്. പക്ഷെ റീമേക്ക് അതായില്ല ആ കാലഘട്ടത്തിൽ. ദാറ്റ് ഈസ് വെൻ ബാലേട്ടൻ ഉള്ള സിനിമ ആ സമയത്ത് അതർ ലാംഗ്വേജിലുള്ള ഹീറോസ്, അതായത് അവർക്ക് ഇങ്ങനത്തെ പടം ചെയ്യാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ അതിൽ ലാൽ സാർ എൻ്റെ മുമ്പിൽ പല സീനിലും ചെറുതായി പോകുന്നതാണ്. സോ അതർ ലാംഗ്വേജിലുള്ള ഹീറോസിന് അങ്ങനെ ചെയ്യേണ്ടതാണ്. സോ അത് നടന്നില്ല. പക്ഷെ സിനിമ കണ്ടു, ഓൾ ദ ഡയറക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട് എല്ലാവരും അതിൽ നിന്ന് പിക്ക് ചെയ്ത് തന്നെയാണ്. സോ എല്ലാ ഭാഷയിലും ഞാൻ നേരത്തെ എല്ലാ ഭാഷയും ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടി എല്ലാ ഭാഷയിലും ഇപ്പോൾ റിയാസ് കാണാറില്ല, അവിടെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ വർഷം കഴിഞ്ഞിട്ട് ബാലേട്ടൻ തെലുങ്കിൽ ചെയ്ത് അപ്പോൾ ഞാൻ ചെയ്തു. ഇപ്പൊ റീ റിലീസിന്റെ ഒരു ട്രെൻഡാണ് മലയാള സിനിമയിൽ. കുറെ സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ് റിയാസ്ക. അപ്പൊ റിയാസ്കക്ക് തോന്നുന്ന ഒരു റീ റിലീസ് ആഗ്രഹിക്കുന്ന ഒരു പടം ഏതായിരിക്കും? ജലോത്സവം അല്ലാണ്ട് ജലോത്സവം അല്ല, സോഷ്യൽ മീഡിയയിൽ കുറെ ആഘോഷിച്ചുള്ളതാണ് നമ്മൾ. ഇത് രണ്ട് പടമാണ്. ജലോത്സവം നിങ്ങളെ പോലെ ഇത്രയും മീഡിയ ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഘോഷം അന്ന് നടന്നു പോയേനെ. അടിച്ചു കയറി ജലോത്സവം നടന്നില്ല. ആണ്